ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹെയർ മാസ്ക് ആണ്. നമ്മുടെ മുടി ഭയങ്കര ഡാമേജ് ആയിട്ടോ ഫ്രിസി ആയിട്ടും നമുക്ക് ഒതുക്കാൻ പറ്റാത്ത പോലെ നമ്മുടെ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ആയിട്ടും നമ്മുടെ മുടി ഉണ്ടെങ്കിൽ ആ മുടീനെയൊക്കെ പെട്ടെന്ന് മാനേജബിൾ ചെയ്യാൻ പറ്റിയ ഒരു മാസ്ക് ആണ്. ഈ മാസ്ക് ഞാൻ 2 മാസമായി യൂസ് ചെയ്യുന്നുണ്ട്. 2 മാസം ആഴ്ചയിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്യുന്നുണ്ട്. ഈ മാസ്ക് വന്ന് നമ്മുടെ മുടിക്ക് ഒരു നല്ല ടെക്സ്ചർ കൊടുക്കും. അതേപോലെ നമ്മുടെ മുടിയിലത്തെ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ മാറ്റി കൊടുക്കാൻ ഏറ്റവും നല്ല മാസ്ക് ആണ്. സോ ഈ മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് വരാം. സോ ഈ മാസ്കിന് ആവശ്യം പഴമാണ്. നമുക്ക് 1 അല്ലെങ്കിൽ 2 നല്ല പഴുത്ത പഴം എടുക്കാം. സോ നമ്മുടെ മുടീൻ്റെ ടെക്സ്ചർ ഉദ്ദേശിച്ച് നമുക്ക് പഴം എടുക്കാം. സോ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു വലിയ പഴമാണ് എടുക്കുന്നത്. നല്ല പഴുത്ത പഴമായി നോക്കി എടുക്കാം. സോ പഴുത്ത പഴമായി നോക്കി ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്ത് മിക്സി ജാറിലിട്ട് കൊടുക്കുന്നുണ്ട്. സോ ഇതിൻ്റെ കൂടെ നമുക്ക് അടുത്തത് ആവശ്യം തേങ്ങാപ്പാലാണ്. 3 to 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ എടുക്കാം. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നല്ല തിക്കായി തേങ്ങാപ്പാൽ എടുക്കാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ വന്നിട്ട് ഞാൻ ഇവിടെ ചേർക്കുന്നത് ഒരു വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. സോ നമ്മുടെ തലയിൽ എന്ത് എണ്ണയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ എണ്ണ നമുക്ക് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. സോ ഇത് നന്നായി മിക്സിൻ്റെ ജാറിൽ ഒരു പേസ്റ്റിൻ്റെ പരുവത്തിൽ അരച്ച് ഒരു കണ്ടെയ്നറിൽ മാറ്റാം. ഇപ്പോൾ നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മാസ്ക്. പക്ഷെ നല്ല സൂപ്പർ എഫക്റ്റീവാണ്. നമ്മുടെ മുടി വന്നിട്ട് നല്ല ഡ്രൈ ഹെയറിനൊക്കെ പറ്റിയൊരു മാസ്കാണ്. സ്പ്ലിറ്റൻസ് ഒക്കെ എല്ലാം പോകാൻ പറ്റിയ മാസ്കാണ്. സോ ഈ മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മുടീനെ ഒന്ന് നന്നായി കോതി കൊടുക്കുക. നമ്മുടെ മുടിക്ക് ഒന്ന് നല്ല മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഈ മാസ്ക് നമ്മൾ എല്ലാ സ്കാൽപ്സിലും അതേപോലെ മുടീൻ്റെ താഴത്തെ ഭാഗം വരയ്ക്കും നന്നായി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഈ മാസ്കിൽ നോക്കിയാൽ ബനാന ഉണ്ട്, പഴം വന്നിട്ട് പൊട്ടാഷ്യമിലും വിറ്റമിനിലും വന്നിട്ട് ഭയങ്കര ഹൈ പൊട്ടാഷ്യം ആൻഡ് വിറ്റമിൻ കണ്ടൻറ്റ് ഉണ്ട്. അതേപോലെ വന്നിട്ട് നമ്മുടെ മുടീനെ നല്ല മോയ്സ്ചറൈസ് ആക്കി വെക്കാനും ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഈ പഴം. അടുത്തത് വന്ന് തേങ്ങാപ്പാൽ നമ്മുടെ മുടീനെ നന്നായി കണ്ടീഷൻ ചെയ്യും. അതേപോലെ നമ്മുടെ മുടീൻ്റെ ഹെയർ ഫോളിൽ എന്തെങ്കിലും പ്രോബ്ലം, മുടി കൊഴിച്ചലിൻ്റെ പ്രശ്നമുണ്ടോ ഇല്ലേ വന്നിട്ട് നമ്മുടെ മുടിക്ക് വന്നിട്ട് നല്ലൊരു കണ്ടീഷനായിട്ട് നമ്മുടെ മുടി കൊഴിച്ചൽ മാറ്റിയിട്ടും അതേപോലെ നമ്മുടെ മുടി വളരാനായിട്ട് ഏറ്റവും സഹായിക്കുന്നതാണ് നമ്മുടെ തേങ്ങാപ്പാൽ. അതേപോലെ നമ്മുടെ സ്പ്ലിറ്റ് എൻഡ്സും ഡാൻഡ്രഫും ഒക്കെ പോയി കിട്ടും നമ്മുടെ തേങ്ങാപ്പാലിൽ. അത്രയും എല്ലാ ബെനിഫിറ്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്തത് നമ്മൾ യൂസ് ചെയ്തത് നമ്മുടെ വെളിച്ചെണ്ണ വന്നിട്ട് എല്ലാവർക്കും അറിയാം നമ്മുടെ മുടീനെ ഒന്ന് നന്നായി കണ്ടീഷൻ ആക്കാനും നമ്മുടെ മുടി വളർച്ചയ്ക്കും ഏറ്റവും നല്ലതാണ് വെളിച്ചെണ്ണ. സോ ഇത്രയും ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് മുട്ടേൻ്റെ വെള്ള ചേർക്കാം. ഞാനിപ്പോൾ ചേർത്തി കൊടുത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ മുട്ടേൻ്റെ വെള്ള ചേർക്കാം. സോ ഇതൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് നമ്മുടെ മുടിയിൽ ഒരു 10 to 20 മിനിറ്റ് വരെയും നമ്മളിത് നന്നായി ഡ്രൈ ആവാൻ വയ്ക്കുക. സോ ഈ സൈനസ് പ്രോബ്ലം ഒക്കെ ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ 10 മിനിറ്റിൽ കഴുകിക്കളയാം. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല മൈൽഡ് ഷാമ്പൂലാണ് വാഷ് ചെയ്യുന്നത്. സോ നമ്മുടെ അടുത്ത് എന്ത് ഷാമ്പൂ ഉണ്ടെങ്കിലും ആ ഷാമ്പൂ കുറച്ച് വെള്ളത്തിൽ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുക. അതാണ് ഏറ്റവും നല്ലതായിരിക്കും. സോ ഇപ്പോൾ ഞാനിവിടെ ഷാമ്പൂ വന്നിട്ട് നന്നായി ഡൈല്യൂട്ട് ചെയ്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ ഹെയർ വാഷ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസത്തെ ഹെയറിൻ്റെ ടെക്സ്ചറാണ് ഞാൻ കാണിക്കുന്നത്. സോ മുടിയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് അടുത്ത ദിവസത്തിലത്തെ ടെക്സ്ചറാണ്. മുടി കഴുകി കഴിഞ്ഞ് ഞാൻ കെട്ടി വെച്ച് കിടന്നുറങ്ങി. പിന്നെ അടുത്ത ദിവസം എടുത്ത് നോക്കിയപ്പോഴും അതേ ടെക്സ്ചറിലുള്ള മുടി നല്ല സോഫ്റ്റായിട്ടും സിൽക്കായിട്ടും ഉണ്ട്. നമ്മൾ കൈ വെച്ച് ഇടയ്ക്കിടയ്ക്ക് കോതി കൊടുക്കാൻ തോന്നും. അതേപോലെ വന്നിട്ട് നമ്മുടെ മുടിയുടെ ടെക്സ്ചർ നല്ല സോഫ്റ്റായിട്ടും ഉണ്ട്. സോ നമ്മൾ അപ്ലൈ ചെയ്ത സെക്കൻഡ് ഡേവും വന്നിട്ട് മുടീൻ്റെ ടെക്സ്ചർ ഇതേപോലെയാണ് ഉണ്ടായിരുന്നത്. കുറച്ച് നമ്മുടെ മുടിക്കൊക്കെ നല്ല തിക്ക് ഡെൻസിറ്റി ഉള്ള പോലെ ഉണ്ടാവും. സോ നല്ല ബെസ്റ്റായ ഹെയർ മാസ്ക് ആണ്. നമ്മുടെ മുടീനെ വന്നിട്ട് സ്പ്ലിറ്റ് എൻഡ്സ് ഡാൻഡ്രഫ് ഒക്കെ പോകാനായിട്ട് നല്ല ബെസ്റ്റ് മാസ്ക് ആണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീണ്ടും